ചേരക്കുഞ്ഞാണോ? മാറിയില്ലേ മാറിയില്ലേ മാറി കുണ്ടറ ആശുപത്രിയില് നിർത്തിയിട്ടുണ്ട് ബൈക്കില്. ആരാ ആദ്യം കണ്ടത്? ആരാ ആദ്യം കണ്ടതാരാ? അത് ചുരുണ്ടിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടോ അതിനകത്ത്? ആണോ? പിന്നെ അങ്ങനെ അത് ഇറങ്ങി വരുന്നത് ഇത് ചത്ത് മനസ്സ് തോന്നിയാതെ ഇറങ്ങി പോട്ടെ. നിങ്ങളൊക്കെ മാറുക എങ്ങോട്ടെങ്കിലും പോടാ, ഇറങ്ങി പോട്ടെ. അല്ലെങ്കിൽ ചൂടായിട്ട് പഴുത്ത് കാണുക. അത് പഴുത്താണ്. കുണ്ടറ ആശുപത്രി മുക്കില് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് ബുള്ളറ്റിനകത്ത് പാമ്പ് കയറി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ റേസ് ചെയ്താലേ ഇറങ്ങത്തില്ല. നിങ്ങൾ കണ്ടോ? സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പത്തോട് ഇങ്ങനെ പകുതി ഇറങ്ങി വന്നതാണ്. അത് പിന്നെ ആൾക്കാർ കണ്ടപ്പോ പിന്നെയും വലിഞ്ഞതാകും. അതിന് അതിനകത്ത് ചത്ത് കാണാൻ ചൂടുകൊണ്ട് അങ്ങനെ അതിന് മുമ്പ് ഓടി വന്നില്ലേ വണ്ടി? കണ്ടോ ജലന്തിയൊക്കെ ചാടും. വണ്ടി ഊഹിക്കാണ്ട് ഇരുന്ന വണ്ടിയാണോ? മാറില്ലേ കണ്ടായിരുന്നു? ഒന്ന് ഡൽഹി ഉണ്ടായിരുന്നു. പാമ്പ് ചാടുമ്പോ ആരും റോഡിലോട്ട് ചാടല്ലേ? പാമ്പ് ചാടുമ്പോ കുമാരണ്ണ, പാമ്പ് ചാടുമ്പോ റോഡിലോട്ട് ചാടരുത് കേട്ടോ. അതാ പേടിച്ച് ചാടും. പാമ്പ് ഇറങ്ങി വന്നിട്ടുണ്ട്. ബൈക്കിനകത്ത് പാമ്പ് ചേരയാണോ? അറിയാൻ പറ്റുള്ളൂ. മാക്രിയാണോ? രണ്ട് മാക്രി ഉണ്ടോ? ഓ മാക്രി ഉണ്ട്. മാക്രി താഴെ വീണല്ലേ? ഓ നടക്കുന്നു മാക്രി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ കണ്ടതിനുള്ള മാക്രി വരും കേട്ടോ. വെളുത്തുള്ളി എടുത്തോണ്ടോ? കുമാരണ്ണ വെളുത്തുള്ളി എടുത്തോണ്ടോ? വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാ. അവരെടുത്തോളും. പേടിപ്പിക്കുന്നേ പണ്ടാ പറയേ. കൈ വന്ന് അനങ്ങാതെ തട്ടുന്ന ഒരാള്. അയ്യോ അത് മാക്രി കുഞ്ഞ് അല്ലല്ല, പാമ്പ് അതിനെ കടിച്ചോണ്ട് വന്നയാ.
കണ്ടില്ലായിരുന്നോ? അത് കണ്ട് പിന്നെ കഴിക്കാൻ വേണ്ടി കയറി വിളിച്ചിരുന്നതാണ്. ചേരക്കുഞ്ഞാന്ന് പറയുന്നത്, ചേരക്കുഞ്ഞാന്ന് എന്തായാലും പുറത്തിറങ്ങിയിട്ട് അറിയാല്ലേ? ഇല്ല, പാമ്പല്ല, ചേരയാ. കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ഇല്ല, ആണോ? വീട്ടിലോട്ട് പോവാ. ആ മാക്കിയുടെ തലവതി കഴിച്ചല്ല അങ്ങ്. മാക്കിയുടെ തലവതിയോളം കഴിച്ച്. വെള്ളം അടിക്കാനാ സീറ്റുള്ളത്. അല്ല, വെളുത്തുള്ളി കിട്ടാനുള്ള മാർഗ്ഗമില്ല. സീറ്റോ? അതിന് ഓണർ ഇളക്കണ്ടേ? അവിടെ കണ്ട് നിൽക്കൊണ്ട് ഈ ബൈക്കിന്റെ ഉടമയല്ലേ? പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കിടന്ന് ഓടാതെ കൂട്ടുന്ന സീറ്റിളക്കുമ്പോ അറിയാൻ പറ്റും. കാരണം ഈ പുള്ളിക്ക് വണ്ടി കത്തിക്കാൻ അതിനകത്ത് ആ മാക്കിനെ പിടിച്ച് തിന്നാനായിട്ട് ഒളിച്ചതാ. മാക്കിനെ കിട്ടി, പാത്രത്തിനെ കിട്ടിയില്ല. ആ ഇവിടെ നിന്ന് ആരാണ്ട് കണ്ടതാ സംഭവേ. വണ്ടി നിർത്തിയിട്ടതായോണ്ട് വലിയ അപകടമില്ല. വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അവസ്ഥ ആലോചിച്ചു. പിന്നെ കൊത്തുന്നയോ വണ്ടി എവിടെയെങ്കിലും കയറത്തില്ലയോ? അപ്പൊ ബൈക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കുന്നതെല്ലാം സൂക്ഷിക്കേണ്ട കാര്യം അത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിയുന്നതല്ലോ ബൈക്കുകളൊക്കെ. കാരണം ഇടയ്ക്ക് കയറി ഇരിക്കുവാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അല്ലേ, വീട്ടിൽ വെക്കുമ്പോഴേ വല്ലപ്പോഴും വെള്ളം ഒഴിച്ചൊക്കെ കഴിവണം. കാരണം ഇങ്ങനെ അണ്ണ ഇതിപ്പോ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഹാൻഡിലെ വഴി ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും വിളിച്ചെന്ന് ഇപ്പൊ വരുന്നു. ഫയർഫോഴ്സ് ഇപ്പൊ വരുന്നു. പേടിച്ചിട്ട് ഇറങ്ങാതിരിക്കുവോ കേട്ടോ. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും സംഭവം. സുഖമായിട്ടിരിക്കുമായിരിക്കും സീറ്റിനടിയിലേ, പതുങ്ങി ഇരിക്കുവായിരിക്കും. ആൾക്കാരെല്ലാം കൂടിയില്ലേ വന്ന് നോക്കിക്കാണും ഇടയ്ക്ക്. അപ്പൊ നോക്കിയപ്പോ ചുറ്റിനും ആള് വടിയും കമ്പും കൊളിയൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് ഓട്ടോക്കാരാ കണ്ടത്. അതാന്ന് തോന്നുന്നു. ആ പുള്ളിയെ നിങ്ങളല്ലേ വന്നേ? അല്ലയോ, ഇത് വന്നേ ആരായിരുന്നു? അല്ല ഉസ്താദാന്ന് തോന്നുന്നു. ഉസ്താദാന്ന് തോന്നുന്നു. ആ ഉസ്താദാ. പെട്രോൾ തുറന്നു വിട്ടു നോക്കെ. എല്ലാരും സൂക്ഷിച്ചിരിക്കണേ. ആര് വെളുത്തുള്ളി മേടിക്കും? ആരാ വെളുത്തുള്ളി മേടിക്കുന്നതെന്നുള്ള നമ്മുടെ പ്രശ്നം. ആളുകൂടി വെളുത്തുള്ളി ആര് വെളുത്തുള്ളി മേടിക്കും? ആ ടാങ്കിന്റെ പെട്രോൾ ടാങ്ക് വരും. അപ്പൊ എണ്ണ വരും. ആ പൈപ്പ് വരെ ഈ മുഖമൊക്കെ ഇങ്ങോട്ട് നോക്കാം. ആ മുഖത്തിന് നോക്കുന്നുണ്ടോ അതൊക്കെ? ഇതൊന്നും നോക്കാതെ കുറിഞ്ഞിരുന്നേ ഇരിക്കുന്നുണ്ടോ? അല്ല സന്തോഷം ഇരിക്കുന്നുണ്ടോ? കാണുന്നില്ലേ? പാമ്പാ? പാമ്പിനെ കാട്ടി പാമ്പാണ്. ഞാനിന്റെ മോനെ രണ്ട് വെളുത്തുള്ളിക്ക് എത്ര രൂപ വില അറിയാം നിങ്ങൾക്ക്? ഞാൻ മേടിച്ചുതരാം. ഒഴിക്കാൻ പറ്റുമോ? മേടിച്ചോണ്ട് വന്നാ പോരെ. കുമാരന്റെ എന്താ പോയോ? ഒരു 10 രൂപ വെളുത്തുള്ളി മേടിച്ചു
ഫയർഫോഴ്സ് വരുന്നില്ല, ആരും വരുന്നില്ലേ? വരും പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞു. അതാ ഓടും ആൾക്കാര്, അത് വലിയ അപകടമാവും. കാരണം ഇതിറങ്ങി ഓടുന്ന കണ്ടിട്ടെ അങ്ങോട്ട് ഓടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ അവിടെ നിൽക്കുന്നിടത്തൊന്നും പറഞ്ഞില്ലല്ലേ? അല്ല ഇവിടെ നിൽക്കുന്നവരെ പാമ്പ് ഇറങ്ങി വരുമ്പോ റോഡിലോട്ട് ഓടല്ലേ ആരും കേട്ടോ. പാമ്പ് ഇറങ്ങി വരുമ്പോഴേ ചാടി റോഡിലോട്ട് ഓടല്ലേ, വണ്ടി വന്ന് ഇടിക്കുമെന്ന് പറഞ്ഞാ. അതുകൊണ്ട് ഇവിടുന്ന് മാറിയില്ലേ, ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും പാമ്പ് വരുന്നത് ഇറങ്ങിയിട്ട്. കാരണം ആ സ്പീഡിൽ അങ്ങോട്ട് ചാടും, വണ്ടി വന്നിടിക്കും. പാമ്പ് കടിക്കാതിരുന്നവരെ വണ്ടി ഇടിച്ച് അപകടം എന്ന് പറഞ്ഞ് പറയേണ്ടി വരും. ചെറുതായിട്ടൊന്നും കടിക്കത്തേ ഉള്ളൂ. ഫയർഫോഴ്സ് വരുമോ? സംഭവം ഇനി ഇറങ്ങി പോയോ? എല്ലാവരുടെയും കണ്ടുപറ്റി. ആ വെളുത്തുള്ളി, ആ ചേച്ചി വെളുത്തുള്ളിയായിട്ട് വന്ന് ഇത്രയും പേര് എന്നിട്ട് ആ ചേച്ചിക്കാണ് വെളുത്തുള്ളി മേടിച്ചിട്ട് മനസ്സോതിയ ചേച്ചിയാണ് ഇന്നത്തെ താരം. ആണോ ഇത്രയും പേര് എന്നിട്ടുണ്ടോ ചേച്ചി ഉണ്ടോ പോയി വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ടേ? മാറിയില്ല, തല മാറ്റാൻ പറ ആ ചേട്ടനടുത്ത്. പാമ്പ് 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 ബൈക്കുള്ളവരൊക്കെ സൂക്ഷിക്കുക, അതുപോലെ പാമ്പൊക്കെ കയറിയിരിക്കും. അതിനകത്തുണ്ട് ഒരു മാക്രി കഴിച്ചോണ്ടിരുന്നതാ, മാക്രിയെ പുറത്ത് കളഞ്ഞു. ഷവർമ കഴിക്കുന്ന പോലെയാണ് മാക്രി കഴിച്ചോണ്ടിരുന്നത് പാമ്പ്. ഇവിടെ കണ്ടോ വെളുത്തുള്ളി മേടിച്ചിട്ട് വന്ന ചേച്ചിയുടെ മനസ്സ് കാണാൻ പോലും കേട്ടോ. പാമ്പ് കയറി വീട്ടിൽ ബൈക്കുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ഇതുപോലെ പാമ്പ് കയറിയിരിക്കും. പാമ്പ് മാക്രി കഴിച്ച് മാക്രിയെ പുറത്ത് കളഞ്ഞ് പാമ്പ് അതിരിക്കുക. ഷവർമയാന്ന് വിചാരിച്ച് മാക്രി എടുത്ത് കഴിച്ചോണ്ടിരുന്നത് അവിടെക്കുന്ന പാമ്പ് അതിരിക്കുക. മാറില്ല അണ്ണ, മാറില്ല അണ്ണ, അണ്ണ ഇങ്ങനെ നോക്കല്ലേ അണ്ണ. ഇപ്പൊ ഇറങ്ങും വെളുത്തുള്ളിയുടെ മണം അടിച്ചു തുടങ്ങി, ഇപ്പൊ ഇറങ്ങും. അണ്ണ ഇങ്ങനെ കുഞ്ഞു അണ്ണനെ നോട്ടെ. അത് ആൾക്കാരല്ലേ പാമ്പ് വന്നുകൊണ്ടിരിക്കത്തില്ലേ? പാലിട്ടവര് മാത്രം നോക്കിയാൽ മതി. അതെ ഇപ്പൊ ഇറങ്ങും കേട്ടോ, മണം അടുത്തു തുടങ്ങി. ആരും പോലെ ഇനിയാ രസം. വെളുത്തുള്ളി ഇട്ടണി ഇറങ്ങുന്നില്ലയോ? ഞാൻ ചത്തോ നീ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? അല്ല പുള്ളിക്കാരൻ്റെ ആയിരുന്നു, ആ നിൽക്കുന്ന പുള്ളിക്കാരൻ്റെ ആയിരുന്നു. ഇവിടുന്ന് അഴിഞ്ഞു കയറിയാണോ അത്? ഇവിടുന്ന് അഴിഞ്ഞു കയറിയാണോ? നിങ്ങൾ വളർത്തിയതാ? നിങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന സാധനം എന്ന് പറ. ഇതേയുള്ളല്ലേ? ചേരക്കുഞ്ഞാണോ? ആ പുള്ളിയുടെ വണ്ടി. അനീസ് വിളിച്ചാണ്. നീർക്കൊലി കടിച്ചാലും പ്രശ്നമല്ലയോ? തട്ടുമൊക്കെ ചെയ്ത്, ഒരുപാട് തട്ടുകയൊക്കെ ചെയ്ത്. വെളുത്തുള്ളിയുടെ മണം അടിച്ചിട്ട് ഇറങ്ങി വരുന്നില്ല കേട്ടോ. ഇല്ല, ചേരക്കുഞ്ഞായിരിക്കും അല്ലേ? ചേരക്കുഞ്ഞാന്നായി കണ്ടവരൊക്കെ പറയുന്നത്. ഇനി സ്റ്റാർട്ട് ചെയ്ത് അത് ശരിയാ. ചിലപ്പോ അവിടെ ചത്തുപോയാലോ?
കാണാൻ പറ്റുന്നത് ഫയർഫോഴ്സ് വന്നില്ലല്ലോ നേരെ. ആ അവരെ വിളിച്ചെന്ന് പറയുന്നു, അവര് വരുമെന്ന് പറഞ്ഞു. പീസാക്കി മാറ്റുമല്ലേ? അതറിയാൻ വയ്യ, അതറിയാമെങ്കിൽ പ്രശ്നമില്ലല്ലോ. ആ ഫയർഫോഴ്സ് വന്നു. എല്ലാ കസർത്തും നോക്കി. അറിയാൻ പറ്റും. മാറിയല്ലേ റോഡിലോട്ട് ചാടല്ലേ ആരും, റോഡിലോട്ട് ചാടല്ലേ പാമ്പ് ചാടുമ്പോ. ചേരക്കുഞ്ഞാണ് പറയുന്നത്. മാറിയല്ലേ, സ്റ്റാർട്ട് ചെയ്ത വഴിയാണ്, വീട് സ്റ്റാർട്ട് ചെയ്ത വഴിയാണ്. ഇവിടെ ഒരു കടയിൽ വളർത്തിക്കൊണ്ടിരിക്കുക പറയുന്നു. പാമ്പിനെന്തായാലും പറ്റിയാലാന്ന് അതിനകത്തിരിക്കുന്നതിനെക്കാട്ടി വലിയ പാമ്പുകൾ പുറത്ത് പോണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവസ്ഥയാലോചിച്ച് ഇവിടെ വണ്ടി കടത്തടാ, ഇനി കിടത്ത് വണ്ടി ജ്യൂസ് കുടിക്കാൻ കയറിയതാ. മാക്രി ഉണ്ട്, അത് മാക്രി കഴിച്ചു, മാക്രി കഴിച്ചോണ്ടിരുന്നേ. അത് ചെറിയ തവള ഇതാണോ? ചേച്ചിയാണോ അത് കണ്ടത്? ആ ചേച്ചിയാണോ? ആ ചേച്ചിയാണോ? ഇല്ല ചേച്ചിയാ വെളുത്തുള്ളി എടുത്തു വന്നത്. വണ്ടി ഇവിടെ വെച്ചിട്ടാണോ? കൊല്ലത്താണോ? ഇപ്പൊ അടുത്തായാലും ഉണ്ടോ? പോകാൻ പറ്റത്തില്ലല്ലോ, അതിന്റെ ആൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അയാള് വരും. ഫയർഫോഴ്സ് വരുന്ന ഉറപ്പാണോ? ഫയർഫോഴ്സിന്റെ പണിയല്ലല്ലോ പാമ്പിനെ പിടുത്തം. എന്റെ ഇടയ്ക്ക് എവിടെ ഇരിപ്പോണ്ടാ, എനിക്ക് തോന്നുന്നു സീറ്റിന്റെ ഇടയ്ക്ക് കയറി കാണും. സീറ്റിന്റെ ഇടയ്ക്ക് കയറി കാണും. പിന്നെ എവിടെ പോയിരിക്കുന്നത്? എഞ്ചിന്റെ അടുത്താണ് ഇപ്പൊ ഇറങ്ങിയത്. ഈ സൗണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ ഇറങ്ങും കമത്താൻ പോവാ. ചാടേ, ഇപ്പൊ ചാടും. ഇപ്പൊ ചാടും വൈകി കമത്തിയുണ്ട്. ഇപ്പൊ ചാടും. ആ റോഡ് സൈഡിൽ നിർത്ത് പറയണേ, അങ്ങോട്ട് റോഡിലോട്ട് ചാടുന്നു പറയണേ. ചേട്ടാ എന്നെ അവിടെ മാറിയില്ലേ? പാമ്പനെ കണ്ടോണ്ട് ബസിന്റെ കീഴിലാണ് ഞാൻ ചാടുന്നത്. പറഞ്ഞതുകൊണ്ടാ ബസിന്റെ കീഴിലായിരിക്കും. എത്ര വർഷമായിട്ട് വളർന്നു. കൊടു മാറിയില്ല, ഇവിടുന്ന് ചാടല്ലേ. ഞാൻ ഷൂ കിട്ടുന്നോണ്ട് കണ്ടിട്ടില്ല. എല്ലാം നിൽക്കുന്നുണ്ടോ? അതിനകത്ത് ഇരിപ്പുണ്ട്, സാധനം ഇരിപ്പുണ്ട്. നീ വളർത്തിയാണോ? കയറിയതല്ലേ? നീ ഇതിനകത്തുണ്ടായിരുന്നോ? ഇവിടെ വലക്കാട്ട് മാറിയിരുന്നേ.
അങ്ങോട്ട് മാറിയെന്നേ. നിന്റെ വണ്ടിയായിരുന്നോ? നിന്റെ വണ്ടിയായിരുന്നത്? വണ്ടിക്കകത്ത് ഇവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് വന്നത് ഒരു ചേച്ചി ഇങ്ങനെ കണ്ടിരുന്നത് പാമ്പ് ഓടി. സാധനം കാണുന്നില്ലല്ലാതെ എവിടെ പോകാനാ? കണ്ടോ കണ്ടോ അണ്ണ അങ്ങോട്ട് മാറിയില്ല, വണ്ടി എടുക്കണ്ട. ഈ ബൈക്ക് മാറ്റാ. നീ മാറിയില്ല. മതി, അത് മതി. ചില സമയത്ത് അതൊക്കെ മതിയിടാ. സമയം തെളിഞ്ഞിരിക്കുക. ശാന്തവമ്പറാണ് അവര്. ആ ഓക്കെ 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 കാണാൻ പറ്റും. ശാന്തവമ്പർ അല്ലയോ? കാരണം ഇത്രയും പേര് എന്നിട്ട് വെളുത്തുള്ളി കൊണ്ടുവരാൻ മേടിച്ചുകൊണ്ട് വരാൻ മനസ്സ് കാണിച്ച മെമ്പർ മാത്രമാണ് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ശാന്തവമ്പർ കൈതക്കോടല്ലേ? ഏത് വാർഡ്? 13-ാം വാർഡ് മെമ്പറാണ്. മുൻ മെമ്പറായിരുന്നല്ലേ ശാന്തവമ്പർ? ഓക്കെ, താങ്ക് യു ശാന്തവമ്പറെ. ശാന്താകൃഷ്ണൻ അല്ലേ? ഓക്കെ. അത് കഥയൊക്കെ കേട്ട് മെമ്പർ അവിടെ നിന്ന് പറയുന്നതെല്ലാം കേട്ട് എല്ലാവരും കേട്ടു. പക്ഷെ ആരും അത് മേടിക്കാൻ പോയില്ല. പക്ഷെ മെമ്പർ മാത്രം വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ശാന്തവമ്പറാണ് ഇവിടെ വെളുത്തുള്ളി മേടിച്ചോണ്ട്. ഇത്രയും പേരുണ്ടായിട്ടും വെളുത്തുള്ളി മേടിക്കാൻ മനസ്സ് കാണിച്ച് ശാന്തവമ്പറായിരുന്നു. മാറിയല്ലോ ഇപ്പൊ ഇറങ്ങി വരും. ഈ വണ്ടി അറിയാം, അത് മാറ്റി കൊടുത്തേ. അല്ലെ അതിനകത്ത് കയറി ഇനി അടുത്ത അതിനകത്ത് ഓടി അതിനകത്ത് ഇറങ്ങി കയറുന്നേ. വണ്ടി വീക്ക്നസ് ഉള്ള പാമ്പാ. അണ്ണ കൈ മാറ്റണ്ട. അണ്ണന്റെ കൈ കൂടെ കേറത്തില്ലയോ? വെളുത്തുള്ളി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ മേടിച്ചില്ല. ഒരു മെമ്പറാ പോയി മേടിച്ചോണ്ട് വന്നേ. അന്നേരം ടിന്നറ് 10-15 രൂപയുടെ സാധനം മേടിക്കാൻ ആളില്ല. അന്നേരം ടിന്നർ ഇത് കൊള്ളാപ്പോ. ഇത്ര വാശിയാന്ന് ഇറങ്ങത്തില്ലെന്നുള്ള ഇത്രയും ആൾക്കാർ കൂടെ പാമ്പാ കേട്ടോ. പാമ്പാ മിക്കവാറും ഇതിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്. അവിടെ ഒരു ബൈക്കിന് പോണ്ട്. ബൈക്ക് വീക്ക്നസ് അത്. ചില പിള്ളേർക്ക് ബൈക്ക് വീക്ക്നസ് അല്ലയോ? കാലത്ത് കൊടുത്താലും ബൈക്കിൽ നടക്കത്തുള്ളൂ. അതുപോലെ ഈ പാമ്പ് എന്തോ ചെയ്യാൻ എന്തൊരു അഹങ്കാരം. എന്താ ഇറങ്ങി പൊയ്ക്കൂടെ അങ്ങ്? എത്രയും ആൾക്കാരിക്കും കാശ് കളഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കണ്ടിട്ട് വേണം ആ മെമ്പറൊക്കെ ഒന്ന് പാനായിട്ട്. ഇപ്പൊ നോക്കി ചാടി അതാ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇറങ്ങി വരുന്ന പാമ്പിനെ ആരും അടിച്ചോളല്ലേ? ഇത്രയും നേരം മെനക്കെടുത്തേനെ. ആ ഉള്ളിലേക്ക് തള്ളിവിട്ടെ, വെളുത്തുള്ളി. ഉള്ളിലല്ല, ഉള്ളി വെളുത്തുള്ളി. അകത്തോട്ട് കയറ്റിട്ട്. വണ്ടി നശിപ്പിക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചല്ലേ? വണ്ടി ഇടത്തോട്ട് തിരിക്കുന്നത്, മനസ്സിടുന്നത്, കടത്തിട്ട്
വേറെ പുറത്തുനിന്ന് ഓട്ടോക്കാരന് അല്ലെങ്കിൽ നമ്മളെ ഓട്ടോക്കാരനെ കണ്ടു. ആ കണ്ടത് ഭാഗ്യമായി ഒരു കണക്കിന്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണുള്ള അവസ്ഥയോ. പെട്രോൾ വേടി അതേസമയം പെട്രോൾ അടിച്ചോ ടിന്നർ വേടിയില്ല. പുള്ളി പറഞ്ഞ പോലെ വണ്ടി കത്താതെ നോക്കണം. പെട്രോൾ ഒക്കെ ഓടിക്കുമ്പോ ഇതൊക്കെ കാണുമ്പോഴാ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് ഇങ്ങനെ പാമ്പ് കയറി ഇരിക്കുമെന്നുള്ളത്. ബോധവൽക്കരണോ? വെറുതെ ഇടുവല്ലോ അത്. തിന്ന മാക്രിയുടെ ബാക്കി ഓടെ കിടപ്പുണ്ട്. ചെറിയ മാക്രി താഴെ കിടപ്പുണ്ട്. ഇതാ ഓർഡർ. ഇവര് ഈ പുള്ളി വന്നേ അതിനകത്ത്. അവർ രണ്ടുപേരും വന്നേ. അവര് ജ്യൂസ് കുടിക്കാൻ കയറിയതാ. അവര് തെറ്റ് ചെയ്തുള്ളു. അല്ല മണമടിച്ചിറങ്ങാൻ പറ്റും. വെളുത്തുള്ളിന്റെ വരണം വന്നില്ല. പഴയ ടെക്നോളജി അല്ലേ. ന്യൂ ജനറേഷൻ പാമ്പാ. 2K പാമ്പാ. ബൈക്കിൽ പരിപാടി ഇപ്പൊ കേട്ടോ. വണ്ടി ഇവിടുന്നല്ലേ മാറിയത്. അതാ അതിശയാ. ഒന്നിറക്കി കുറ പാമ്പിനെ. അവയിറക്കും. അല്ല മറ്റേ കൊല്ലത്ത് വിളിച്ചു കൊല്ലത്ത് വരും. പക്ഷെ വരുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ മതി. വണ്ടി വണ്ടി വരുമ്പോ കേട്ടോ. വണ്ടി പിടിക്കാൻ ഒരു ഇല്ല. വണ്ടി ഇത് അവിടെ കയറി ഇവിടെ സ്ഥിരമുണ്ട്. ഇതൊരു ശക്തമായി പ്രതിഷേധിക്കണം. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാനില്ലവർ പറയുന്നു. കണ്ടോ? മാറി ബാക്കിലൂടെ എല്ലാരും വണ്ടി ഇരിക്കില്ല. വണ്ടി അടിക്കരുത്. ഓടല്ലേ അണ്ണ അവിടെ പോയില്ല. അവിടെ സൈഡിൽ പോയില്ല. അവിടെ പോയണ്ണ. കൊണ്ടുവന്ന് പക്ഷെ പെട്രോൾ വന്നില്ല. വണ്ടി നോക്കാം മാറാം. അല്ല മാത്രി തലകൾ കൊണ്ട് മാറ്റി മാഗ്രി കണ്ടോണ്ടില്ലേ. നാളെ കണ്ടു ആ മാഗ്രി കണ്ടോണ്ട് കേട്ടോ. കണ്ടോ കുഞ്ഞു മാഗ്രി ഇവിടെ നൽകി പോയടാ. ആ പാമ്പ് വാശിയില്ല. എന്നാ പിന്നെ എന്നെ നടക്കാൻ ഉസ്താവ് പോയിരിക്കുന്നു. വാപ്പയുടെ നിൽപ്പുണ്ടോ? പെട്രോളിന്റെയും ഈ വെളുത്തുള്ളിയുടെ മണം അടിച്ച് ഇവിടെ നിൽക്കുന്നവരെല്ലാം പോകും. പക്ഷെ പാമ്പ് പോകത്തില്ല. അല്ല മണം അടിച്ച് പോകത്തില്ല. പാമ്പ് പോകുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ പാമ്പ് പോകത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ പെട്രോൾ വേണോ? പെട്രോൾ പോകത്തില്ല. വെളുത്തുള്ളി പോകത്തില്ല. അതുമായിട്ട്
ഇത്രയും വലിയ സാധനമാണ് അതിനകത്തിരുന്നേ. ഓ അവൻ കൈ കൊണ്ടെടുത്തു കേട്ടോ. ഓ അവൻ ആളില്ല. കുഴിച്ചാൽ കൊണ്ട് പോവാ. ചേരാൻ കിട്ടിയോ അത് മതി അത് മതി. അങ്ങനെ എന്തായാലും അതിന് എവിടെ കൊണ്ടുപോവാ? ആ കടക്കാരൻ ഇനി വേണം അവിടെ കൊണ്ട് കാണിക്കാനോ? ഓ കൊണ്ടുപോയി. എല്ലാവർക്കും ഒരു ടാക്സ്. ആ താങ്ക്സ്. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പൊ വണ്ടിയുടെ ഓർമ്മയാണിത്. അപ്പൊ ഇന്ന് ഉസ്താദിന്റെ ആ ഉസ്താദിന് ആ ഓക്കെ. സന്തോഷമായില്ലേ? സമാധാനമായില്ലയോ? സമാധാനം മാത്രം പോരാ, പൈസ വേണ്ടിയിട്ട്. അതാ നീ മാറാ. ഇത് കേറിയ പോയി, നിന്റെ വണ്ടി പോയി. നീ എവിടെ കളഞ്ഞ് അതിനകത്തോ പൊന്നാ അത് ചത്തല്ലോ. പുള്ളിയുടെ അല്ല. ഓ ഓ ഓ ഓ ഓ ഓ പോയി. ഇത് പാമ്പ് കയറി കത്തിച്ച നല്ലത്. അതേ വണ്ടി പോടാ. അതെ, ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഒരു കക്ഷിയാണ്. പാമ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയെ പാമ്പിനെ എടുത്തോണ്ട് പോയത് ഈ കക്ഷിയാ. പേരെന്തുവാ? അനന്തു. സ്ഥലമാടാ ശാസ്താംകോട്ട് വന്നയാ. ഓക്കെ താങ്ക് യു. വണ്ടി കൊണ്ടുപോയി.